ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് തേങ്ങയും തേങ്ങാവെള്ളവും അതേപോലെ തന്നെ കപ്പിയും കാച്ചണ്ട, ഈസ്റ്റ് വേണ്ട, പഞ്ചസാരയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മലയാളികളുടെ ഒരു ഐറ്റമാണ് നമ്മുടെ പാലപ്പം. പാലപ്പം ഇഷ്ടമല്ലാത്തവരാരും അങ്ങ് കാണത്തില്ല. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് പച്ചരി കുതിർക്കാൻ വെക്കണം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്ന്. ആ ഒരു റേഷ്യോയിലാണ് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള സോഫ്റ്റ് പാലപ്പം കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ നല്ലതുപോലെ കഴുകി ഇത് കുതിരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുതിർക്കാനിട്ടിട്ടുണ്ട്. ഇതൊരു 5-6 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കുതിർക്കാനിട്ട അരിയും ഉഴുന്നും ഒക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി അരയ്ക്കാൻ നമുക്ക് വേണ്ടത് ചോറാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസരിയുടെ ചോറാണ്. 1/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതരിയാണോ ഉപയോഗിക്കുന്നത് ആ അരിയുടെ ചോറ് എടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരിയും ഉഴുന്നും കൂടെ ഒരുമിച്ച് വെള്ളം വാർത്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നെതുക്കെ ഒന്ന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ കാണുന്ന പോലെ നല്ല നികന്ന് കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒഴിച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ ശകലം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അതൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പം ഞാനിത് രാവിലത്തേക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി 8 മണിക്കാണ് ഇത് അരിയാട്ടുന്നത്. ഇത് രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് നല്ല മാവ് റെഡിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മേളിൽ വെള്ളമൊക്കെ തെളിഞ്ഞ് നമ്മൾ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളമൊന്നും നമ്മൾ കളയണ്ട. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം തന്നെ നമുക്ക് കിട്ടും. മാവൊക്കെ നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും തേങ്ങയും തേങ്ങാവെള്ളവും ഒന്നും ചേർത്തിട്ടില്ല, കപ്പിയും കാച്ചിയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ റേഷൻ കടയിലെ പച്ചരി കൊണ്ട് തയ്യാറാക്കിയ അടിപൊളി സോഫ്റ്റ് പാലപ്പം. എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.